അവരുടെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, അഭീതകാംക്ഷികളെ, അതിന് ജീവിക്കാൻ കൊടുക്കാനായിട്ട് വേറെ ഒരു സന്ദേശവുമില്ല. ഈ വചനഭാഗം മാത്രം ദിവസവും ഒരു പ്രാവശ്യം വായിച്ചാൽ മാത്രം മതി. ഇതെനിക്ക് പറയാനുള്ളൂ. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ, അതാണ് അതേ കിടക്കുന്നത്. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് പോലും സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ കുടുംബജീവിതം വിജയകരമായി തീരും, വിവാഹ ജീവിതം സന്തോഷനിർഭരമായിട്ട് തീരും. ഞാൻ നിങ്ങളോട് പറയുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഒരൊറ്റ കൽപ്പനയെ തമ്പുരാൻ തന്നിട്ടുള്ളൂ യേശുനാഥൻ. ഒരൊറ്റ കൽപ്പന, പരസ്പരം സ്നേഹിക്കണം. ഇത് ദിവസവും നിങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരും. അപ്പം ഇതൊക്കെ ഇപ്പോഴേ മുന്നിൽ കണ്ടുകൊണ്ട് വേണം വിവാഹ ദിവസത്തേക്ക് ഒരുങ്ങാൻ. ഇതാണ് ചെയ്യേണ്ടത്. ഇതിനായിട്ടാണ് ദൈവം നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത്. ഇതിനായിട്ടാണ് നിങ്ങളെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. ഞാനൊരു കൊച്ചു കഥ ഓർക്കുകയാണ്, ചെറിയൊരു കഥയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ മിലിറ്ററിയിൽ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ഇൻ്റർവ്യൂവിനുള്ള ക്ഷണക്കത്തൊക്കെ കിട്ടിയിരിക്കുകയാണ്. ആ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം. വിവാഹത്തിന് പോകണോ പട്ടാളത്തിൽ ഇൻ്റർവ്യൂവിന് പോകണോ കൺഫ്യൂഷനായി. അവസാനം രണ്ട് കൽപ്പിച്ച് തീരുമാനിച്ചു, പട്ടാളത്തിൽ പോകേണ്ട, വിവാഹത്തിന് പോയേക്കാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, രണ്ടും ഒന്ന് തന്നെയാണല്ലോ. പട്ടാളത്തിൽ ചേർന്നാലും യുദ്ധം, കല്യാണം കഴിച്ചാലും യുദ്ധം. അപ്പം അങ്ങനെയൊക്കെ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ കാണും. പിഷാരിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തതാണ്. അവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടാലും അതല്ല വിവാഹ ജീവിതം എന്ന് തിരിച്ചറിയാനുള്ള പക്വതയും വിവരവും അതിനുള്ള അറിവും നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഇന്ന് ഇവിടെ ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത നാളുകൾ നിങ്ങൾ വിവാഹിതരായിത്തീരും. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ വിജയകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളത്. അതിന് കർത്താവ് നൽകുന്ന ഈ സന്ദേശം ഒരിക്കലും മറക്കാതിരിക്കുക. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത്, പരസ്പര ധാരണയോടെ മുന്നോട്ട് പോവുക. ഒരു മനസ്സും ഒരു ഹൃദയവുമായിട്ട്, ഒരേ ഒരു ചിന്ത, ഒരേ ഒരു മനസ്സ്, ഒരേ ഒരു ഹൃദയം, വേറെ ഒന്നും ആവശ്യമില്ല. അതിന് തയ്യാറെടുക്കുക. ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണിത്. മൊബൈലിൽ തോണ്ടിയൊക്കെ നിങ്ങൾ ഒരുങ്ങും, എനിക്കറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം, അതിനൊരു സംശയമില്ല. ഇനി നിങ്ങളുടെ മൊബൈൽ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. ഞങ്ങൾ ആരും വിളിച്ചാൽ കിട്ടില്ല. നല്ല കാര്യം. നിങ്ങൾ പരസ്പരം അറിയുക, മനസ്സിലാക്കുക, കൂടുതൽ സ്നേഹത്തിൽ ആഴപ്പെടുക. അങ്ങനെ നിങ്ങളുടെ വിവാഹ ദിവസത്തേക്ക് തയ്യാറെടുക്കുക. അതിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുന്നോട്ട് ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ. വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗതാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. അതിന് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജീവയെ ഭാര്യയെ സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ജീവ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അതിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? സാക്ഷികളുടെ പേര് നിങ്ങൾ
അലനും ജീവയ്ക്കും എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തിന്റെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. First of all, let me introduce the bride and groom. Let me start with our bride, Ms. Jiva Aussie. She is a degree graduate. മാത്രമല്ല രണ്ട് കുടുംബങ്ങളുടെ ഒത്തുചേരൽ കൂടിയാണ്. I feel the stage is incomplete. I feel the stage is incomplete without your family. നിങ്ങളുടെ ഈ സന്തോഷത്തെ സ്വർഗത്തിലിരുന്ന് നോക്കിക്കണ്ട് ഇവരെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഓർക്കുന്നു. ഏറെ പ്രത്യേകമായി ബ്രൈഡിന്റെ മദർ, അവർ ബിലവഡ് സോളി ആന്റിയുടെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എന്നും ഇവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൽ ഫസ്റ്റ് ലെറ്റ് മീ ഇൻവൈറ്റ് bride's father, Mr. Ausef NC Nalapradil, onto the stage. Jithin Ausef and Jipin Ausef onto the stage. അതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ കൂടെ ഇൻവൈറ്റ് ചെയ്യും. Next, let me invite groom's parents. His father, Mr. Sibichan P.C. Punnuparai, mother Ms. Beena Sibichan Punnuparai. Please come on to the stage. I would also like to welcome the siblings Anita Sibichan and Maria Sibichan to be with us on the stage. നമ്മിൽ നിന്ന് വേർതിരിഞ്ഞു പോയ പ്രിയപ്പെട്ട സോളിയാനിക്ക് വേണ്ടി ഒരു നിമിഷം കാ Now, moving on to the candlelight ceremony. ഇവർ ഒരുമിച്ച് തെളിയിക്കുന്ന ഈ തിരിയുടെ പ്രകാശം ഇവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശിക്കട്ടെ. അടുത്തതായി തിരി തെളിക്കുന്നതിനായി ജീവയും അലനെയും ക്ഷണിക്കുന്നു. അവരോടൊപ്പം തിരി തെളിക്കുന്നതിനായി അവരുടെ മാതാപിതാക്കളെയും ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തതായി മധുരം പങ്കുവെക്കുന്ന ചടങ്ങാണ്. കേക്ക് കട്ട് ചെയ്യുന്നതിനായി ജീവയും അലനെയും ക്ഷണിക്കുന്നു. ഇവർ ഒരുമിച്ച് മുറിക്കുന്ന ഈ മധുരം പോലെ സ്വീറ്റർ ആൻഡ് സ്ട്രോങ് ആയി തീരാൻ ഇവരുടെ ഫ്യൂച്ചർ ലൈഫ് എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ലിജു അച്ഛനും ജോസ് അച്ഛനെയും ഈ വധുവരന്മാരെ അനുഗ്രഹിക്കുന്നതിനെ ക്ഷണിച്ചോളൂ. പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. സ്നേഹം നിറഞ്ഞവരെ, അലനും ജീവയും നമ്മുടെ എല്ലാം സാന്നിധ്യത്തിൽ വെച്ച് വിവാഹത്തിനുള്ള ഒരുക്കം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. തിരുസഭയുടെ നാമത്തിലുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഇവർക്ക് നേരുന്നു. ഇനി നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാം. ഇവരുടെ ഒരുക്കങ്ങൾ ദൈവാനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.